ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ നമ്മുടെ ആദർശിന് നെഞ്ചുവേദന ഉണ്ടായതും ശ്വാസമുട്ടുണ്ടായതുമായിട്ട് നയന സ്വപ്നം കണ്ട് ചാടി എഴുന്നേറ്റ് ലൈറ്റൊക്കെ ഇട്ട് നോക്കിയപ്പോൾ പാതിരാത്രിയായി. വേഗം തന്നെ ഫോൺ എടുത്ത് ആദർശിനെ വിളിക്കുക. അപ്പോൾ ആദർശ് നല്ല ഉറക്കത്തിലായിരുന്നേ. വേഗം കോള് കേട്ടപ്പോഴത്തേക്ക് ആദർശ് എഴുന്നേറ്റു. നയനയാണല്ലോ, എന്താ ഈ സമയത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ചാടി ഫോണും എടുത്തു. ഹലോ ആദർശേട്ടാ, ആദർശേട്ടന് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ എന്ന് നയന ചോദിക്കുമ്പം, എടി എനിക്ക് കുഴപ്പമൊന്നുമില്ല, എന്താ നീ എന്താ വല്ല സ്വപ്നവും കണ്ടോ എന്ന് ആദർശ് നയനയോട് ചോദിക്കുമ്പോൾ ആ കണ്ടെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ആദർശിന് ഭയങ്കര സങ്കടം. അതെ, ഇൻഹീലറൊക്കെ അടുത്ത് തന്നെ ഇരിപ്പില്ലേന്ന് ചോദിച്ചു. അപ്പോൾ എല്ലാം എൻ്റെ അടുത്ത് തന്നെ ഉണ്ടെന്നേ, നീ ധൈര്യമായിട്ട് ഇരിക്കാൻ പറഞ്ഞു. പിന്നെ എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ഇവിടെ ആളുണ്ടല്ലോ, പിന്നെന്താ നീ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യം എന്താ? അല്ല അന്നേരം കുറക്കൊന്നുമില്ലേന്ന് ചോദിച്ചു ആദർശ്. ഇപ്പോഴാണ് ഞാനൊന്ന് കണ്ണടച്ചത്, ആ സമയത്ത് തന്നെ സ്വപ്നവും കണ്ട ആദർശേട്ടാന്ന് പറഞ്ഞപ്പം നയനെ, ഒരു കാരണവശാലും നീ നിൻ്റെ ഉറക്കം കളയാൻ നിൽക്കരുത് കേട്ടോ. നീ എന്നെപ്പറ്റി മാത്രം ചിന്തിച്ച് നടക്കുന്നത് കൊണ്ട് ഓരോ സ്വപ്നങ്ങളൊക്കെ ഇങ്ങനെ കാണുന്നതെന്ന് ആദർശ് പറയുക. വീട് മാറി കിടക്കുന്നതല്ലാതെ എനിക്ക് ഒരു കുഴപ്പമില്ല, നീ കിടന്നോ, സുഖമായിട്ട് ഉറങ്ങിക്കൊള്ളാൻ പറഞ്ഞു. ഞാൻ നിന്നെ രാവിലെ വിളിച്ചോളാവെന്നും പറഞ്ഞു. അപ്പോൾ ശരി ആദർശേട്ടാന്ന് പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അവർ കിടക്കുവാണ്. നയനയ്ക്കാണെങ്കിൽ കിടന്നിട്ട് ഉറങ്ങാനും പറ്റുന്നില്ല. പിന്നെ കാണിക്കുന്ന മുത്തശ്ശനെയും മുത്തശ്ശിയേട്ടൻ. മുത്തശ്ശൻ നല്ല ഉറക്കമാണ്, മുത്തശ്ശിക്കാണെങ്കിൽ കിടന്നിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. മുത്തശ്ശിയാണെങ്കിൽ മുത്തശ്ശനെ നോക്കും, തിരിഞ്ഞു കിടക്കും. അത് കഴിഞ്ഞ് ലൈറ്റ് ഇട്ടു എഴുന്നേറ്റ് ഇങ്ങനെ ഇരിക്കുക. അത് കഴിഞ്ഞിട്ട് പതുക്കെ എഴുന്നേറ്റ് റൂമിൽ നിന്ന് പുറത്ത് പോവുകയാണ്. അങ്ങനെ മുത്തശ്ശി ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ മുത്തശ്ശൻ പതുക്കെ കണ്ണ് തുറന്നിട്ട് മുത്തശ്ശി പോയതിനെപ്പറ്റി മുത്തശ്ശൻ ഇങ്ങനെ ആലോചിക്കുക. മുത്തശ്ശിയാണെങ്കിൽ പതുക്കെ അവിടുന്ന് മുറിയിൽ നിന്ന് ഇറങ്ങി അടുത്ത മുറിയിലേക്കാണ് വന്നത്. അതായത് നയനയുടെ മുറിയിലേക്ക്. അവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ എങ്ങും ആരുമില്ല. അപ്പോൾ മുത്തശ്ശിക്ക് ആകെ ടെൻഷനായി. മുത്തശ്ശി എന്നിട്ട് അതിലേക്ക് ഇറങ്ങി ഇങ്ങനെ നടക്കുക. നോക്കുമ്പോൾ നമ്മുടെ നയനെ അവിടെ എഴുന്നേറ്റിരിക്കുന്നത് മുത്തശ്ശി കണ്ടു കേട്ടോ. എന്നിട്ട് മുത്തശ്ശി ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് അങ്ങ് പോവുകയും ചെയ്തു. നയനെ കണ്ടില്ലല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ആദ്യം കൊണ്ട് അതിലേക്ക് ഇറങ്ങി നോക്കിയതാണ്. അത് കഴിഞ്ഞ് മുത്തശ്ശി തിരിച്ച് കയറി വന്നപ്പോൾ മുത്തശ്ശൻ കണ്ണ് തുറന്ന് ഇങ്ങനെ കിടക്കുന്നു മുത്തശ്ശിയെ നോക്കിക്കൊണ്ട്. അപ്പോൾ മുത്തശ്ശി അങ്ങ് കയറി വന്നപ്പം എങ്ങോട്ടാ പോയതെന്ന് ചോദിച്ചു. ഉണർന്നായിരുന്നു എന്ന് ചോദിച്ചു. ഇപ്പോഴും മുത്തശ്ശൻ ഇങ്ങനെ നോക്കുക കേട്ടോ. നമ്മളൊക്കെ ഇവിടെ കിടന്ന് ഉറങ്ങുമ്പോൾ ഒരാൾ ഉറക്കം കിട്ടാതെ ഹോളിലുണ്ടെന്ന് മുത്തശ്ശി പറഞ്ഞു. നയനമോൾ കരഞ്ഞോണ്ട് അവിടെ ഇരിപ്പുണ്ട് എന്ന് മുത്തശ്ശി പറയുക. അപ്പോൾ മുത്തശ്ശനൊന്നും മോൾ ഉറങ്ങിയില്ലേന്ന് ചോദിച്ചു. എങ്ങനെ ഉറങ്ങാനാണെന്ന് ചോദിച്ചു. പോയി കിടന്ന് ഉറങ്ങാൻ പറഞ്ഞില്ലേന്ന് ചോദിക്കുമ്പം പോയി പറയാൻ പറഞ്ഞു. ഞാനങ്ങൊന്നും പറഞ്ഞില്ല, എനിക്ക് മോളുടെ അടുത്തേക്ക് പോകാൻ പോലും തോന്നിയില്ല എന്ന് മുത്തശ്ശി പറയുക. പോയിട്ട് ഞാൻ എന്ത് പറയാനാ, ആദർശ് അടുത്തില്ലാതെ മോൾക്ക് ഉറങ്ങാൻ പറ്റത്തില്ല എന്ന് മുത്തശ്ശി പറഞ്ഞപ്പം 7-ാം മാസം കഴിഞ്ഞാൽ അമ്മയുടെ വയറ്റിൽ അമ്മയുടെ ചൂട് പറ്റിയാണ് മക്കൾ കിടക്കാറ് പതിവ്. പിന്നെ ആ ഒരു സമയത്ത് ഭർത്താവിൻ്റെ ചൂട് പറ്റി ഭാര്യയെ ഉറങ്ങാൻ അനുവദിക്കാറില്ല എന്ന് പറയുമ്പം അതിന് 7-ാം മാസം ആയില്ലല്ലോ, ഇത് തുടക്കമല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്ന് മുത്തശ്ശൻ അന്നേരം മുത്തശ്ശിയോട് പറഞ്ഞിട്ട് തിരിഞ്ഞങ്ങ് കിടന്നു. മുത്തശ്ശിക്ക് ഭയങ്കര സങ്കടം. അപ്പോൾ മുത്തശ്ശിയാണെങ്കിൽ വിഷമിച്ചിങ്ങനെ നിൽക്കുമ്പം നമ്മുടെ ദാമ്പത്യം തുടങ്ങിയിട്ട് 12 വർഷങ്ങളായെന്നും ഇതിനോടകം എൻ്റെ ഭാര്യ എന്നെ ആദ്യമായിട്ട് വെറുക്കുന്നത് ഇപ്പോഴാണല്ലോ എന്ന് മുത്തശ്ശൻ പറഞ്ഞപ്പം എനിക്ക് വെറുപ്പൊന്നുമില്ല, എൻ്റെ മനസ്സിൽ സങ്കടമാണ് ഉള്ളതെന്ന് മുത്തശ്ശനോട് പറഞ്ഞു. അഭിയും ജലജയും ഈ വീട്ടിൽ നിന്ന് അടിച്ചു കളഞ്ഞാൽ എനിക്ക് ഒരു വിഷമം ഉണ്ടാവത്തില്ലായിരുന്നു എന്നും പിന്നെ അതുപോലെ അല്ലല്ലോ ആദർശ് എന്നും മുത്തശ്ശി പറയാം. അപ്പം അത് കേട്ട് കഴിഞ്ഞപ്പം 1000 തവണ ഞാൻ പറഞ്ഞില്ലേ അവനെ ഞാനായിട്ട് അടിച്ചിറക്കി വിട്ടതല്ലാന്ന്. അതിനൊരു1000 തവണ ഞാൻ മറുപടിയും പറഞ്ഞതല്ലേ. എന്നാൽ പിന്നെ വന്ന് കിടന്നുറങ്ങാൻ നോക്ക്, കുറച്ച് കഴിയുമ്പോൾ വന്ന് അതിനെ പോയി കിടന്നോളൂ എന്നായിരുന്നു മുത്തശ്ശൻ്റെ മറുപടി. അത് കേട്ടപ്പോൾ മുത്തശ്ശി ഞെട്ടി. പിന്നെ നേരം വെളുത്ത് രാവിലെയായി. നമ്മുടെ ആദർശ് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ആദർശിൻ്റെ അടുത്തേക്ക് നന്ദു വരുക. മുംബൈ പോലീസിൻ്റെ കയ്യിൽ നിന്ന് കാര്യമായിട്ടുള്ള സഹായമൊന്നും കിട്ടിയിട്ടില്ല ആദർശേട്ടാന്നും പറഞ്ഞു. പിന്നെ അവിടെയും ഈ പറഞ്ഞവരൊക്കെ സ്വാധീനിച്ചിട്ടുണ്ടാകുമെന്ന കാര്യം നന്ദു ആദർശിനോട് പറയുക. അതുപോലെ തന്നെ ഗ്രീന എന്ന പെൺകുട്ടിയുടെ ഡീറ്റെയിൽസും ഇതുവരെയൊന്നും അറിയാനായിട്ട് കഴിഞ്ഞിട്ടുമില്ല എന്ന് പറഞ്ഞു. ആ ഹോട്ടലുമായി ബന്ധപ്പെട്ട് അവരാണെങ്കിലോ നമ്മൾ ആവശ്യപ്പെട്ട CCTV ഫോട്ടേജ് പോലും തരുന്നില്ല എന്നും നന്ദു പറയുക. അപ്പോൾ അത് കേട്ടപ്പോൾ ഞാനും അവിടെ അവളെപ്പറ്റി തിരക്കിയിരുന്നു, ആ ഹോട്ടലുകാർ ഫ്രോഡാണെന്നാണ് തോന്നുന്നതെന്ന് ആദർശ് പറയുമ്പോൾ ആയിരിക്കുമല്ലോ, അതുകൊണ്ടാണല്ലോ അവരെല്ലാവരും കൂടെ ചേർന്ന് ആദർശേട്ടൻ അവിടെ റൂം അറേഞ്ച് ചെയ്തതെന്ന് നന്ദു ചോദിക്കുക. മുംബൈയിലെ കാര്യങ്ങൾ വലിയ കഷ്ടമാണ്, അവിടെ ആദർശേട്ടനുള്ള പരിചയം പോലും എനിക്കില്ല എന്ന് നന്ദു പറഞ്ഞു. അന്നേരം എനിക്കും കിരണിനും ഒക്കെ അവിടെ ശക്തമായ ബന്ധങ്ങളുണ്ട്, ആ വഴിക്ക് ഞാൻ അന്വേഷണമൊക്കെ തുടരുന്നുമുണ്ട്. നീ ഏതായാലും ഒരു കാര്യം ചെയ്യേ, AN ജ്വല്ലറിയുടെ MD ഉണ്ടല്ലോ, അയാളുടെ പേര് ഡേവിഡ് എന്ന്, അയാളുടെ പിന്നാലെ ഞങ്ങളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അയാളുടെ ഡീറ്റെയിൽസ് നിന്ന് കളക്ട് ചെയ്യാൻ നോക്കാനും പറഞ്ഞു. പിന്നെ ഈ ഗ്രീന ചെങ്ങന്നൂരുകാരിയാണെന്നാണ് പറഞ്ഞത്, പക്ഷേ അവളുടെ സംസാരം കേട്ടിട്ട് എനിക്കങ്ങനെ തോന്നിയില്ല എന്നും പറഞ്ഞു.
നന്ദുവിനും ആകെ ടെൻഷൻ. ഈ പറയുന്ന ഡേവിഡ് കുറേ വർഷങ്ങളായിട്ട് ദുബായിലൊക്കെ ആണെങ്കിലും അയാൾക്ക് നാട്ടിൽ എന്തായാലും ഒരു വീടുണ്ടാകണമല്ലോ, അതൊന്ന് കണ്ടെത്തണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങളൊക്കെ ഞാൻ ചെയ്തു തരാം ആദർശേട്ടാ എന്ന് നന്ദു ആദർശിനോട് പറയുകയും ചെയ്തു. പിന്നെ എനിക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാൻ പറ്റാത്തത് അവളില്ലാത്തത് കൊണ്ടാണെന്നും അത് നന്ദു അവളോട് പറയുമൊന്നും വേണ്ട. രാത്രിയിലാണെങ്കിൽ ഉറക്കമില്ല, യാത്ര ചെയ്യുമ്പോഴൊക്കെ അവളുടെ ചിന്ത എൻ്റെ ഉള്ളു മുഴുവനും. അവൾ പ്രഗ്നൻ്റ് അല്ല എന്നുണ്ടായിരുന്നെങ്കിൽ എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരുന്നു, ഫ്രീ മൈൻഡിൽ കാര്യങ്ങളൊക്കെ ചെയ്യാമായിരുന്നു എന്നും ആദർശ് നന്ദുവിനോട് പറയുമ്പം ആദർശേട്ടാ നയനേച്ചിയുടെ അവസ്ഥയും അത് തന്നെയാണെന്നും ചേച്ചിക്ക് ഇപ്പോൾ ഉറക്കമൊന്നും കാണില്ല എന്നും നന്ദു പറയുക. പക്ഷെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാൻ പറ്റാത്തൊരവസ്ഥയായി പോയില്ലേ നന്ദു ചോദിക്കുമ്പം തൽക്കാലം ഇങ്ങനെ പോട്ടെ ആദർശേട്ടാ, എത്രയും പെട്ടെന്ന് നമ്മുടെ ശത്രുവിനെ കണ്ടെത്തിയിട്ട് മൂർത്തീസ് ജ്വല്ലറിയെ കൈ പിടിച്ച് നമുക്ക് ഉയർത്താം, അത് മാത്രം നമ്മളിപ്പോൾ ശ്രദ്ധിച്ചാൽ മതി എന്ന കാര്യമൊക്കെ നന്ദു ഇങ്ങനെ ആദർശിനോട് പറഞ്ഞിട്ട് നന്ദു അവിടെ നിന്ന് പോയി. ആദർശ് ഇങ്ങനെ ആലോചിച്ച് അവിടെ നിൽക്കും. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കും നമ്മുടെ നയനയാട്ടോ. നയനയാണെങ്കിൽ ആദർശമായിട്ടുണ്ടായിരുന്ന ആ ഒരു നിമിഷങ്ങളെ പറ്റിയൊക്കെ ഇങ്ങനെ ആലോചിക്കാം. എന്നിട്ട് രണ്ടും കൽപ്പിച്ച് അവിടെ നിൽക്കുവാണ്. അതിനുശേഷം പിന്നെ ദേവയാനി സങ്കടപ്പെട്ട് അവിടെ ഇരിക്കുന്നു. മുത്തശ്ശനും മുത്തശ്ശി ഇവിടെ ഇരിക്കുന്നു. നമ്മുടെ അവിടുത്തെ സെർവിങ് ബോയ് കൊണ്ടുവന്ന് ചായയൊക്കെ കൊടുക്കാം മുത്തശ്ശൻ, നമ്മുടെ അബിയെ. അങ്ങനെ മുത്തശ്ശൻ ചായ മേടിച്ചു, മുത്തശ്ശിയും ചായ മേടിച്ചു. അപ്പോൾ ജലജ അങ്ങോട്ടേക്ക് വരുക. എന്തിനാ അച്ഛാ ഇവനെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിക്കുന്നത് എന്നും ചോദിച്ചേ. അയ്യോ വിഷമിച്ച് നിൽക്കുക അബി, ഇവൻ്റെ അത്ര പോലും തെറ്റ് ചെയ്യാത്ത ആദർശിന് എന്തെല്ലാം ശിക്ഷകളാണ് കിട്ടിയത് എന്നൊക്കെ ചോദിച്ചു. പിന്നെ ഇവൻ മാത്രം എങ്ങനെ ഇതിനകത്തിരുന്ന് സുഖിക്കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ജലജ എന്നിട്ട് മറുകണ്ഠം ചാടി സംസാരിക്കുക. അപ്പോൾ അത് കേട്ടിട്ട് ഇവരെന്തെങ്കിലും പറയണം അതിന് വേണ്ടിയിട്ട്. പിന്നെ ചായക്ക് കടുപ്പം മതി അച്ഛാ എന്ന് ജലജ ചോദിക്കുമ്പോൾ അച്ഛനൊരു നോട്ടം, നിന്റെ സംസാരത്തിൻ്റെ കടുപ്പം കുറച്ചാൽ മതി, നാവൊന്ന് അടക്കിയാൽ മതി എന്ന് മുത്തശ്ശൻ അന്നേരം ജലജയോട് പറഞ്ഞു. അപ്പം നീ ആ കൊച്ചിന് ചായ കൊടുത്തോടി എന്ന് ചോദിച്ചു. ഇപ്പോൾ ചായയും ഭക്ഷണമൊക്കെ കൃത്യസമയത്ത് കൊടുക്കേണ്ടത് നയനമോൾക്കാണെന്ന് പറയുമ്പം ഇപ്പം തന്നെ കൊടുക്കാം അമ്മയെന്ന് പറഞ്ഞു. വേണ്ട നീ കൊടുക്കണ്ടെന്ന് ദേവയാനി അന്നേരം ജലജയോട് പറഞ്ഞു. അപ്പോഴാണ് നയനെ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത്. അപ്പം നയനെ ഇറങ്ങി വന്ന് ഇവരുടെ എല്ലാവരുടെയും മുന്നിൽ നിൽക്കുക. അപ്പോൾ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നയനെ തന്നെ നോക്കുക. കെട്ടിയാൻ പോയതോടെ അവൾക്ക് ക്ഷീണം തുടങ്ങി, വയറ്റിലുള്ള കുഞ്ഞും കൂടി ഒന്ന് പോയെങ്കിൽ ഒന്ന് തുള്ളിച്ചാടി സന്തോഷിക്കായിരുന്നു എന്ന് ജലജ മനസ്സിൽ പറയുക നയനയെ കണ്ടപ്പോൾ. ഞാൻ മോൾക്ക് ചായ എടുത്തുകൊണ്ട് വരട്ടെ എന്നും ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ദേവയാനി പോകാൻ നോക്കുമ്പോൾ വേണ്ട അമ്മേ, അമ്മ അവിടെ ഇരിക്കാൻ പറഞ്ഞു നയന, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടെന്നും നയന പറയുക. അപ്പോൾ അത് കേട്ടപ്പോൾ എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ എൻ്റെ മക്കളിങ്ങനെ വാ ഇവിടെ വന്നിരുന്നേ എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശി വിളിച്ച് നയനയെ അടുത്തിരുത്തുന്നു. അപ്പോൾ നയന വന്ന് മുത്തശ്ശിയുടെ അടുത്ത് ഇരിക്കുകയും ചെയ്തു. അപ്പോൾ കാര്യം കേൾക്കാനായിട്ട് ചെവി കാതോർത്ത് പിടിച്ച് നിൽക്കുക ജലജയെ അഭിയും. അപ്പോൾ നയന പറഞ്ഞു എനിക്ക് സംസാരിക്കാനുള്ളത് മുത്തശ്ശനോടാണെന്ന്. പറഞ്ഞ കാര്യങ്ങൾ തന്നെ പറയാനാണെങ്കിൽ എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല എന്ന് മുത്തശ്ശൻ നയനയോട് പറയണം. അപ്പോൾ മോൾക്ക് സംസാരിക്കാനുണ്ടെന്ന് പറയുമ്പോൾ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് മുത്തശ്ശി ചോദിച്ചു മുത്തശ്ശനോട്. മോള് പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ പറയട്ടെ എന്നും പറഞ്ഞു. പറഞ്ഞോട്ടെ, അതിനിപ്പോൾ എന്താണെന്ന് നേരം ചോദിക്കാം മുത്തശ്ശനെ. എൻ്റെ അച്ഛനും അമ്മയ്ക്കൊന്നും പുരാണ കഥകളൊന്നും വലുതായിട്ടൊന്നും അറിയില്ല എന്നുള്ള കാര്യങ്ങൾ നയന അന്നേരം അവിടെ ഇരുന്ന് പറഞ്ഞു. കുട്ടിക്കാലത്ത് അത്തരം കഥകളൊന്നും ഞാനിതുവരെ കേട്ടിട്ടുമില്ല എന്ന കാര്യവും പറഞ്ഞു. അപ്പോൾ ഇതെന്താണെന്ന് അവർക്കൊന്നും മനസ്സിലാവുന്നില്ല. പിന്നെ പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടാണ് ഞാൻ അത്തരം കഥകളൊക്കെ മനസ്സിലാക്കി എടുത്തിട്ടുള്ളതെന്നും പറഞ്ഞു. എന്നാൽ ഇവിടെ വന്നതിന് ശേഷം ഇടയ്ക്കിടെ മുത്തശ്ശിയെ ഞാൻ കേൾക്കാത്ത പല കഥകളും എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടെന്നും നയന പറയുക. ഇതൊക്കെ എന്താണ് ഇപ്പം ഇവിടെ പറയുന്നതെന്ന് മുത്തശ്ശൻ അന്നേരം ചാടി കയറി ചോദിച്ചു. അത് നമ്മൾ ദൈവങ്ങളെ വെറുതെ പ്രാർത്ഥിച്ചാൽ പോരാ, അവരുടെ നല്ല ശീലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമെന്ന് ഇടയ്ക്കിടയ്ക്ക് മുത്തശ്ശൻ പറഞ്ഞു തരാറില്ലേ എന്ന് നയന ചോദിച്ചു. അങ്ങനെ പ്രാവർത്തികമാക്കാൻ മനുഷ്യരായി പറഞ്ഞവർക്ക് ബുദ്ധിമുട്ടാണെന്ന കാര്യം മുത്തശ്ശൻ അന്നേരം പറഞ്ഞു. ശ്രീരാമനെ പോലെ എല്ലാ ഗുണങ്ങളും ഒത്തിണങ്ങിയ ആണുങ്ങളും കുറവാണ്, അതുപോലെ തന്നെ സീതയെ പോലുള്ള പെണ്ണുങ്ങളും. അപ്പോൾ അത് തന്നെയാണ് ഞാനും പറയാൻ വന്നതെന്ന് പറയാണ് നയന. മുത്തശ്ശൻ എപ്പോഴും പറയാറുണ്ട് ഭർത്താവ് എവിടെയാണോ അവിടെ ആയിരിക്കണം ഭാര്യയും ജീവിക്കേണ്ടതെന്ന്. അപ്പോൾ മുത്തശ്ശൻ ഇങ്ങനെ ഒന്നും മിണ്ടാതെ അങ്ങനെ ഇരിക്കും കേട്ടോ. നമ്മൾ പറഞ്ഞത് നമ്മളെ ജലജ. അപ്പം ശ്രീരാമൻ വനവാസത്തിന് പുറപ്പെടുമ്പോൾ സീതയ്ക്ക് രാജകുമാരിയെ പോലെ ജീവിക്കാൻ 2 രാജകൊട്ടാരങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് നയന പറയാം. അപ്പോൾ മുത്തശ്ശനിങ്ങനെ അപ്പോൾ എന്താണ് ഉദ്ദേശിച്ച് വരുന്നത് മുത്തശ്ശന് മനസ്സിലായി. അപ്പോൾ ഒന്ന് ദശരഥ മഹാരാജാവിൻ്റെ കൊട്ടാരവും മറ്റൊന്ന് സ്വന്തം പിതാവിൻ്റെ കൊട്ടാരവും ഉണ്ടായിരുന്നു. പക്ഷേ ആ സൗഭാഗ്യങ്ങളൊക്കെ വേണ്ടെന്ന് വെച്ച് ഭർത്താവിൻ്റെ പാതയിലൂടെ ഭർത്താവിൻ്റെ കൂടെ പോവുമായിരുന്നു എന്ന് പറഞ്ഞു. ഇവള് പതുക്കെ ആ റൂട്ട് പിടിച്ച് വീട്ടിൽ നിന്ന് പോകാനാണെന്നാണ് തോന്നണതെന്ന് ജലജ മനസ്സിൽ പറയാം. അപ്പോൾ അങ്ങനെ അതുതന്നെയാണ് മോളെ ശരി, അങ്ങനെ തന്നെയാണ് വേണ്ടതെന്നും ഭർത്താവ് ഉള്ളിടത്ത് ഭാര്യ വേണമെന്ന് മറ്റാരേക്കാളും ആഗ്രഹിക്കുന്ന കൂട്ടത്തിൽ ഉള്ള ആളാണ് ഇദ്ദേഹം. മോളോട് മാത്രമല്ല മറ്റുള്ളവർക്കും അതുപോലെ ഉപദേശങ്ങൾ കൊടുക്കുന്ന ആളാണ് ഇപ്പം മറ്റൊരാളായി മാറിയിരിക്കുന്നതെന്ന കാര്യം മുത്തശ്ശി പറയുമ്പോൾ എനിക്ക് വലിയ രോഗം വന്നതിന് ശേഷം എൻ്റെ തലച്ചോറിന് വലിയ സാരമായി പരിക്ക് പറ്റിയെന്ന് തോന്നുന്നുണ്ടോ എന്ന് മുത്തശ്ശിയോട് മുത്തശ്ശൻ ചോദിക്കും. എന്നൊന്നും ഞാൻ പറയില്ല,
പക്ഷേ ഇദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിന് എന്തോ ഒരു കുഴപ്പം സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞു മുത്തശ്ശൻ. അമ്മ അങ്ങനെയൊന്നും പറയല്ലേ എന്ന് ജലജ. നീ പൊടി, അടുക്കള പൊടി എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശി ദേഷ്യപ്പെട്ടു. അപ്പോൾ ഞാൻ ഇനിയൊന്നും പറയുന്നില്ലേ എന്നും പറഞ്ഞുകൊണ്ട് ജലജയുടെ വകയായിരുന്നു ഇപ്പോൾ. അപ്പോൾ അവൾക്ക് പോകണമെങ്കിൽ പോട്ടെ, പിന്നെ ഇതിന് ഇവിടെ പിടിച്ചു നിർത്തുന്നേ എന്നും പറഞ്ഞുകൊണ്ട് ജലജ ഇങ്ങനെ മനസ്സിൽ പറയുവാണ്. അപ്പം ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളല്ലേ, അതൊക്കെ ഇവിടെ പറയുന്നത് എന്തിനാണെന്ന് മുത്തശ്ശൻ നയനയോട് ചോദിക്കുമ്പോൾ ആദർശ് ഉള്ളിടത്തേക്ക് മോൾക്ക് പോകണം എന്നാണ് മോള് പറഞ്ഞതെന്ന് ദേവയാനി പറഞ്ഞു. ആയിക്കോട്ടെ, ഭർത്താവ് ഉള്ളിടത്ത് ഭാര്യ പോകണം, അങ്ങനെയുള്ള ഭാര്യ ഭർത്താവിനൊപ്പം വേണം തിരിച്ച് കുടുംബത്തിൽ കയറാനെന്ന് മുത്തശ്ശൻ അന്നേരം പറയുവാണ്. ജലജയ്ക്കാണെങ്കിൽ തുള്ളിച്ചാടാനുള്ള സന്തോഷമാണ്. എന്ന് വെച്ചാൽ രാമായണത്തിൻ്റെ ഏണികൾ ഇവിടെ പറഞ്ഞ നയന അത് തന്നെ സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമെന്നാണ് ഞാനിവിടെ പറഞ്ഞത്. അപ്പോൾ എല്ലാവരും മുത്തശ്ശനെ തന്നെ ഇങ്ങനെ നോക്കുക കേട്ടോ. അപ്പോൾ മുത്തശ്ശൻ ഇട്ടിവെട്ടും കടുവെട്ടുമായിട്ടുള്ള തീരുമാനങ്ങളാണ് അറിയിക്കുന്നത്. എന്നെങ്കിലും മടങ്ങി വരികയാണെങ്കിൽ ഒറ്റയ്ക്ക് ഇങ്ങോട്ടേക്ക് വരാൻ പാടില്ല എന്ന് മുത്തശ്ശൻ നയനയോട് പറയുക. അപ്പം നയന ഇരുന്നിങ്ങനെ കരയുവാണ്. എന്നും പറഞ്ഞുകൊണ്ട് അബി ഇങ്ങനെ നോക്കുക. ദൈവമേ പോണേ 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 എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ആ സമയത്ത് മുത്തശ്ശ എനിക്ക് പോകണം എന്ന് നയന മുത്തശ്ശനോട് തറപ്പിച്ച് പറഞ്ഞു. മുത്തശ്ശൻ്റെ മനസ്സെന്താണെന്ന് ആർക്കും ഇതുവരെ പിടി കിട്ടിയിട്ടുമില്ല. ആദർശേട്ടൻ ഇല്ലാതെ എനിക്ക് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല എന്ന് നയന മുത്തശ്ശനോട് പറയുവാണ്. അങ്ങനെ നയനയും അനന്തപുരി വിട്ടിറങ്ങാൻ തുടങ്ങുന്നു, അല്ലെങ്കിൽ ഇവരോട് പറയുന്നു. ആദർശേട്ടൻ്റെ അവസ്ഥയും അത് തന്നെയാണെന്ന് എനിക്കറിയാം എന്ന് പറയുമ്പം അതിനെ ആരെങ്കിലും മോളെ തടയുന്നുണ്ടോ? പോവണ്ടെന്ന് ഞാൻ പറഞ്ഞോ എന്ന് മുത്തശ്ശൻ എന്നിട്ട് ചോദിക്കാം. ആദർശനൊപ്പം മോൾക്കും പോകാമായിരുന്നല്ലോ, എന്തുകൊണ്ടാണ് പോകാതിരുന്നത്? ആരാ പിന്നെ മോളെ ഇവിടെ പിടിച്ച് നിർത്തിയത്? അപ്പോൾ ജലജ ഇങ്ങനെ വട്ടം പിടിക്കുക. അപ്പോൾ ദേവയാനി പറഞ്ഞു ഞാനാണെന്ന്. എൻ്റെ മോൾ ഒറ്റയ്ക്കായിരുന്നെങ്കിൽ ഞാൻ മോളോട് പൊയ്ക്കോളാൻ പറയുമായിരുന്നു എന്നും, എന്നാൽ ഇപ്പം അതല്ലല്ലോ അവസ്ഥ എന്നും ദേവയാനി ഇവരോട് പറയണു. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ മുത്തശ്ശൻ ദേവയാനിയുടെ നേരെ ഒരു നോട്ടം. ഈ വീട്ടിനകത്ത് ഇപ്പോൾ സംസാരം മാത്രമേ ഉള്ളൂ, തർക്കങ്ങൾ മാത്രമേ ഉള്ളൂ. എനിക്ക് നേരെ ആരും വിരൽ ചൂണ്ടി സംസാരിക്കുന്നില്ല. എന്നാൽ നാളെ അതും ഞാൻ ഭയക്കുന്നുണ്ട്. അതുകൊണ്ട് പോകേണ്ടവർക്കൊക്കെ ഇവിടെ നിന്ന് പോകാം. അതിൽ ഞാനൊരു തടസ്സമല്ല എന്ന് മുത്തശ്ശൻ ഇങ്ങനെ ആ ഒരു കടുംവെട്ട് തീരുമാനം എല്ലാവരോടും ഇങ്ങനെ പറയുന്നു. ഉമ്പടാന്നും പറഞ്ഞ് ജലജ അബിയും തലയെടുപ്പോടു കൂടി അങ്ങനെ നിൽക്കുക. അവരാഗ്രഹിച്ചതുപോലെയാണ് ഇപ്പം അനന്തപുരി തറവാട് മുന്നോട്ട് പോകാൻ തുടങ്ങുന്നതല്ലേ, പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ അവർക്ക് മനസ്സിലായി. മുത്തശ്ശൻ അതും കഴിഞ്ഞ് അങ്ങ് എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ മോളുടെ അവസ്ഥ എന്താണെന്ന് മോള് ചിന്തിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു. പിന്നെ ദേവയാനി ആദർശ് ഇവിടെ ഇല്ലാതെ മോളുടെ ഇവിടുത്തെ ജീവിതം വളരെ പരിതാപകരമാണ്. അതുകൊണ്ട് തന്നെ മോളെ ഇനി ഇവിടെ പിടിച്ചു നിർത്താൻ ശ്രമിക്കേണ്ട, മോള് പൊക്കോട്ടെ എന്ന് മുത്തശ്ശി പറയാട്ടോ. അപ്പോൾ ഞാൻ പോവും അമ്മയെന്ന് പറഞ്ഞു. പോകുമ്പോൾ എൻ്റെ കൂടെ ചന്തുമോൾ ഉണ്ടാകുമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നയന പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോയി. അതും പറഞ്ഞ് നയനെ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ജലജയുടെ മുഖത്തെ പുഞ്ചിരി ദേവയാനി കണ്ടു. എന്തിനാടി നീ ചിരിക്കുന്നതെന്ന് ചോദിച്ചു. അയ്യോ ഞാൻ ചിരിച്ചില്ലല്ലോ എന്ന് ജലജ. നീ ചിരിച്ചില്ലടി? നീ മനസ്സിൽ ചിരിക്കുന്നത് ഞാൻ കാണുന്നുണ്ടടി എന്നതേ ദേവയാനി എന്നേരം ജലജോട് പറഞ്ഞു. ചന്തുമോളെയും കൊണ്ട് പോവാണെന്ന്. ആരാടാ ചന്തുമോള്? ചോദിച്ചത് കേട്ടില്ലടാ, ആരാന്ന് പറയാൻ. ആരാടാ ചന്തുമോള്? പറയടാന്ന് പറഞ്ഞോണ്ട് അബിയുടെ കുത്തിന് കയറി അങ്ങ് പിടിച്ചില്ലേ ദേവയാനി. പറയടാ ആരാന്ന് പറയടാ ആരാടാ ചന്തുമോള്? അപ്പം എൻ്റെ മോളാ എന്ന് അബി പറഞ്ഞു. കുത്തിന് കയറി പിടിച്ചപ്പം നിന്റെ സ്വന്തം മോളാ. ആ മോളോട് ഇവിടുന്ന് പോയി കഴിഞ്ഞ പിന്നെ നീ രക്ഷപ്പെട്ടല്ലേടാ എന്ന് ദേവയാനി ചോദിക്കുകയാണ്. ജലജ അന്നേരം പല്ലിറുമ്പി നിൽക്കുക. നിന്റെ വിഴുപ്പ് ചുമക്കുവാടാ എൻ്റെ മോനെന്ന്. പിന്നെ അതിന് അടിവര ഇടണമെന്ന് ഞാൻ പല തവണ ആലോചിച്ചതാണെന്നും ദേവയാനി പറയണം. തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബത്തെ വീണ്ടും തകർക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒന്നും ചെയ്യാതിരിക്കുന്നതെന്ന് ദേവയാനി അമ്മയോടും മോനോടും പറഞ്ഞു. അപ്പോഴും ജലജയ്ക്ക് ദേവയാനിയുടെ കലിപ്പ് മുഴുവനും. അന്നേരം അമ്മയുടെ അടുത്തേക്ക് വന്നിട്ട് എല്ലാവർക്കും തൃപ്തിയായില്ലേ അമ്മേ, എൻ്റെ മോൻ പോയി. ഇപ്പതേ മരുമോളും ഇവിടെ നിന്ന് പോവുക, കൂടെ ചന്തുമോളും പോവുക. അങ്ങനെയുള്ള വീട്ടിൽ എനിക്ക് നിൽക്കണമെന്നില്ല അമ്മയെന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് അങ്ങ് പോയി. ഇവരങ്ങ് പോയപ്പോൾ ജലജയുടെ അബിയുടെയും സന്തോഷം ഒന്ന് കാണണമായിരുന്നു. പിന്നെ നമ്മുടെ നയന പോകാൻ റെഡി ആവുക കേട്ടോ. ആ സമയത്ത് ചന്തുമോളെ ഒരുക്കുക. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോവുകയാണോ അമ്മയെന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛൻ്റെ അടുത്തേക്ക് പോവുകയാണെന്ന് നയന പറഞ്ഞു. അപ്പം മുത്തശ്ശി കരയുമല്ലോ എന്നും പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദേവയാനി അങ്ങോട്ടേക്ക് വരുന്നത്. കേട്ടോണ്ട് കരയും എന്നും പറഞ്ഞു. അങ്ങനെ മോളും മോളുടെ അമ്മയും പോയി കഴിഞ്ഞാൽ എത്ര കരയണ്ടെന്ന് വിചാരിച്ചാലും എനിക്ക് സങ്കടം അടക്കി പിടിക്കാൻ പറ്റില്ല എന്ന് ദേവയാനി ഇങ്ങനെ ഇവരോട് പറഞ്ഞു. അപ്പോൾ കൊച്ച് ദേവയാനിയുടെ അടുത്തേക്ക് ഓടി വന്നു കേട്ടോ. എനിക്ക് ഉറക്കമില്ലമ്മേ, അതുകൊണ്ടാണ് ഞാൻ പോകാൻ തീരുമാനിച്ചതെന്ന് നയന ദേവയാനിയോട് പറയുന്നു. ആദർശേട്ടൻ്റെ കാര്യവും അങ്ങനെയൊക്കെ തന്നെയാണെന്നും പിന്നെ ചിലതൊക്കെ തീരുമാനിച്ച് ഉറപ്പിച്ച ആദർശേട്ടൻ ഇവിടുന്ന് പോയതെന്നുള്ള കാര്യമൊക്കെ പറയുവാണ്. പക്ഷേ അതിനുള്ള ശക്തിയും കരുത്തും ആദർശേട്ടന് കിട്ടണം എന്നുണ്ടെങ്കിൽ ഞാൻ കൂടെ ഉണ്ടായേ പറ്റുമെന്നും പറഞ്ഞു. എന്നോട് അങ്ങോട്ട് ചെല്ലാനൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല, എങ്കിലും എൻ്റെ മനസ്സ് പറയുന്നത് ഞാൻ അവിടെ തന്നെയാണ് നിൽക്കേണ്ടതെന്ന്. പിന്നെ എന്തിനാ മോളെ എന്നെ മാത്രം നീ ഒഴിവാക്കുന്നതെന്ന് ദേവയാനി ചോദിക്കാട്ടോ നയനയോട്. പിന്നെ മോൾക്കിപ്പം എന്തായാലും ഒരമ്മയുടെ പരിചരണമൊക്കെ ആവശ്യമല്ലേ.
അപ്പോൾ അതുമാത്രമല്ല, ചന്തുമോളോടും കൂടി ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വല്ലാത്തൊരു ഒറ്റപ്പെടലായിരിക്കുമെന്ന കാര്യവും ദേവയാനി ഇങ്ങനെ ദേവയാനിയോട് പറഞ്ഞു. അതുകൊണ്ട് അമ്മയും വരും ആ മോൾക്കൊപ്പമെന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി ഇങ്ങനെ അവിടെ നിന്ന് അങ്ങ് പോയി. അപ്പം നയനയ്ക്ക് ആകെ ധർമ്മസങ്കടമായി. അപ്പോൾ അപ്പം അന്നേരം ദേവയാനി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ രണ്ടുപേരും ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ മുത്തശ്ശിക്ക് വലിയ സങ്കടമാകുമെന്ന് മുത്തശ്ശി പറഞ്ഞത് കേട്ടോ എന്ന് നയന ചോദിക്കും. ആണോ എന്ന് കൊച്ച്. അപ്പം അതുകൊണ്ട് തൽക്കാലം അമ്മ ഒരു കാര്യം ചെയ്യട്ടെ എന്ന് ചോദിക്കാം നയന. മോളെ ഇവിടെ നിർത്തിയിട്ട് പോവാം. അപ്പം ചന്തുവിന് ഭയങ്കര സങ്കടമായി. അത് വിഷമിച്ച് ഇങ്ങനെ നയനെ നോക്കുക. അപ്പം സാരമില്ല കൂട്ടാ, തൽക്കാലത്തേക്കല്ലേ, മോൾക്ക് കാണണമെന്ന് തോന്നുമ്പോഴൊക്കെ അമ്മ ഇങ്ങോട്ട് ഓടി എത്തിക്കോളാമെന്ന് നയന ചന്തുവിനോട് പറഞ്ഞു. എന്നും പറഞ്ഞ് തലയാട്ടി. പിന്നെ കുറച്ച് നാളത്തെ കാര്യമല്ലേ ഉള്ളൂ, അത് കഴിയുമ്പോൾ അച്ഛനെയും കൂട്ടി അമ്മ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരും കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്തുവിനെ പറഞ്ഞ് സമ്മതിപ്പിക്കുക. പിന്നെ മോക്ക് അമ്മയെ കാണണമെന്ന് തോന്നുമ്പോൾ മുത്തശ്ശിക്കൊപ്പം അങ്ങോട്ടേക്ക് വരികയും ചെയ്യാമല്ലോ എന്നും പറഞ്ഞു. അപ്പം എന്നും പറഞ്ഞാൽ കുഞ്ഞങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ ചന്തുമോളെയും പറഞ്ഞ് സമ്മതിപ്പിക്കുകയാണ്. അപ്പം വാവയെ നോക്കിക്കോളണം കേട്ടോ അമ്മയെന്നും പറഞ്ഞുകൊണ്ട് നയനയുടെ വയറിൽ കൈ വെച്ചിട്ട് ചന്തുമോൾ ഇങ്ങനെ പറയണു. അപ്പോഴേക്കും നയനയ്ക്ക് സങ്കടം ഇരട്ടിയായി. നയനയാണെങ്കിൽ ചന്തുമോളെ കെട്ടിപ്പിടിച്ചൊരൊറ്റ കരച്ചിലായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ കഥ ഇവിടെ അവസാനിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.